ഈ കല്യാണശാലയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് തുടർന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. യേശുവിൻ്റെ അമ്മ മറിയയും യേശുവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വിവാഹ ശുശ്രൂഷ, ഒരു വിവാഹ ചടങ്ങാണ്, ആഘോഷമാണ്. യേശുവിൻ്റെ കസിനായിരുന്നു മണവാളൻ എന്ന് പറയുന്നവരുണ്ട്. ഏതോ തരത്തിൽ ആ ഭവനവുമായിട്ട് വളരെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭവനമായിരുന്നു അത് എന്ന് വേണം വിചാരിക്കുവാൻ. കാരണം മറിയ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ട് ഇറ്റ് വാസ് എ ക്ലോസ് റിലേറ്റഡ് ഫാമിലി, വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു എന്ന് വേണം വിചാരിക്കുവാൻ. പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗിക ബുദ്ധി സ്ത്രീകൾക്ക് കൂടുതലാണ് എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഇവിടെയും മറിയയുടെ ജീവിതത്തിലും സംഭവിക്കുന്ന അതാണ്. ഷീ വാസ് വെരി പ്രാക്ടിക്കൽ, വളരെ പ്രായോഗികത ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു മറിയ. മറിയ പെട്ടെന്ന് ഓർത്തത് തൻ്റെ പുത്രനെ കുറിച്ചാണ്. കാരണം തൻ്റെ പുത്രൻ്റെ ജനനം മുതലുള്ള സകല കാര്യങ്ങളും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് എന്താണ് യേശു കർത്താവ് എന്ന് മറിയയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അല്ലെങ്കിൽ യേശു കർത്താവിനെ കുറിച്ചൊരു ധാരണയൊക്കെ, ഒരു സങ്കല്പമൊക്കെ മറിയയ്ക്കുണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കുവാൻ. മോശയെ പോലെ അവനൊരു വലിയ പ്രവാചകനായി തീരും എന്നുള്ള പ്രതീക്ഷ. ഇസ്രായേൽ മക്കൾക്ക് മോശയെ കവിഞ്ഞ എന്തെങ്കിലും ആകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ. അതാണ് അവരുടെ ഏറ്റവും വലിയ മാക്സിമം ആയിട്ടൊരു ഇസ്രായേൽ സന്തതിക്കുണ്ടാകാവുന്ന ഉയർച്ച എന്ന് പറയുന്നത് മോശയാണ്. ആ മോശയെക്കാളും വലിയൊരു പ്രവാചകനെ കുറിച്ച് അവർക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. കാരണം അവരുടെ അറിവ്, ആധ്യാത്മികമായ അറിവ് പരിമിതമായിരുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് മോശയെ പോലെ ഒരു പ്രവാചകനായി മാറും തൻ്റെ മകൻ എന്ന് ഒരു പക്ഷേ മറിയ ചിന്തിച്ചിരുന്നിരിക്കും. അവൻ പരിശുദ്ധാത്മ അഭിഷിക്തനാണ് എന്നും മറിയയ്ക്ക് അറിയാമായിരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട്, പരിശുദ്ധാത്മാഭിഷിക്തനാണ്, ദൈവത്താൽ പ്രത്യേകമായി നിയമിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി ജനിക്കപ്പെട്ട ഒരു മകനാണ് എന്നുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാഭിഷിക്തനാണെന്നും അവൻ മോശയെ പോലെ വലിയൊരു പ്രവാചകനായി തീരും എന്നും ധരിച്ചിരുന്ന മറിയ പെട്ടെന്ന് തൻ്റെ മകന്റെ അടുക്കലേക്കാണ് ഈ പ്രശ്നവുമായിട്ട് പോകുന്നത്. മോശ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തൻ്റെ മകനും എന്തെങ്കിലും ഈ പരിഹാരം കാണുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് മകന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ഒന്നാമത് നമ്മൾ ഓർക്കേണ്ടത്, മറിയ ടേൺ ടു ദ ഫൗണ്ടൻ ഹെഡ്. ഈ വലിയ ഫൗണ്ടന്റെ മുകളിലേക്ക് നോക്കുകയാണ് മറിയ ചെയ്യുന്നത്. യേശു കർത്താവിനെ ഒരു ഫൗണ്ടനായി കണ്ടുകൊണ്ട് ആ ഫൗണ്ടന്റെ ഉയരങ്ങളിലേക്ക് നോക്കുന്ന ഒരു മറിയയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ സങ്കീർത്തനം വായിക്കാറുണ്ട്. 121 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന്. ഐ ലുക്ക് അപ് ടു ദ മൗണ്ടൻസ്. ഞാൻ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു. ഈ ഒരു ഇംഗ്ലീഷ് ഒരു വേർഷനിൽ, ബൈബിൾ വേർഷനിൽ ആ വാചകം ഇങ്ങനെയാണ്, ഐ ലുക്ക് അപ് ടു ദ മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു നമ്മൾ മലയാളം വായിക്കും. എന്നാൽ ആ പുസ്തകത്തിൽ ഐ ലുക്ക് അപ് ടു ദ മൗണ്ടൻസ്, ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം ദെയർ. എൻ്റെ സഹായം അവിടെ നിന്ന് വരുമോ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. പർവ്വതത്തിൽ നിന്നല്ല യഹോവയുടെ സഹായം വരുന്നത് എന്ന് മലയാളം വായിക്കുമ്പോഴും ശ്രദ്ധിച്ചു വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ അത് വ്യക്തമായി പറയുകയാണ്, ഐ ലുക്ക് അപ് ടു ദ മൗണ്ടൻസ്, ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം
ദയാർ. അവിടുന്ന് എന്റെ സഹായം വരുമോ? ഇല്ല. എന്റെ സഹായം പർവ്വതങ്ങളിൽ നിന്നല്ല വരുന്നത്. എന്റെ സഹായം മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ് ഹു മെയ്ഡ് ദ ഹെവൻസ് ആൻഡ് എർത്ത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്നാണ് എന്റെ സഹായം വരുന്നത് എന്നാണ് ആ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കേവലം ഒരു പർവ്വതത്തിലേക്ക് നോക്കുന്നതല്ല, സഹായശൈലമാണ് ഈ ദൈവം എന്നുള്ളതാണ്. സഹായത്തിന്റെ പർവ്വതമാണ്. ആ വിധത്തിൽ വേണം ആ വാക്യത്തെ നാം വ്യാഖ്യാനിക്കേണ്ടത്. എന്റെ സഹായം വരുന്ന പർവ്വതമായ എന്റെ ദൈവത്തിങ്കിലേക്ക് ഞാൻ നോക്കും. കാരണം ഈ പർവ്വതങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ എന്റെ ദൈവമുണ്ട്. അപ്പോൾ ആദ്യം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം പർവ്വതത്തിലേക്ക് തന്നെ നോക്കുന്നേ, ദൈവത്തിങ്കിലേക്ക് തന്നെയല്ലേ നോക്കേണ്ടത്? അതുകൊണ്ട് സഹായം വരുന്ന സഹായശൈലമായ, ഞാൻ പാടിയ പാട്ട് അങ്ങനെയാണ്, സഹായശൈലമേ നിന്നെ ഞാൻ നോക്കുന്നു, എന്റെ സഹായശൈലമായ യഹോവ. ഇവിടെ മറിയ അതുകൊണ്ട് ഈ സഹായശൈലത്തിലേക്കാണ്, തന്റെ പുത്രനായ യേശുവിലേക്കാണ് അവൾ നോക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ പ്രതിസന്ധികളിൽ അവരെപ്പോഴും നോക്കുന്നത് അവരുടെ ദൈവത്തെയാണ്. അവര് ദൈവത്തെ കുറ്റം പറയാറുണ്ട്, ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ട്, അവരുടെ ദൈവത്തെ അവർ പലപ്പോഴും മറന്നുപോകാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ, ഈ ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത, ഈവൻ നൗ, ഇന്നും അത് അങ്ങനെ തന്നെയാണ്. അവരുടെ ഒരു പ്രത്യേകത, അവരുടെ ദൈവത്തിന്റെ അതുല്യതയെ അവരൊരിക്കലും സംശയിക്കുകയില്ല. ഹീസ് യുണീക്ക്. അവൻ ആരിലും ഉന്നതനാണ് എന്നുള്ള അവന്റെ യുണീക്ക്നെസ്, അവന്റെ അതുല്യതയെ ആര് ചോദ്യം ചെയ്താലും അവർ സമ്മതിച്ചു കൊടുക്കില്ല. ആ അതുല്യതയെ അവരെന്നും വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുതായി പോയിട്ടില്ലല്ലോ എന്ന് പറയുവാൻ കാരണം. അപ്പോൾ അത്രമാത്രം ആഴമേറിയ വിശ്വാസം യഹൂദ ജനതയ്ക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് ദൈവത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം, അതുകൊണ്ട് മറിയ ശ്രദ്ധിച്ചത് എവിടെയാണ്? തൻ്റെ പുത്രനായ യേശു കർത്താവിൽ, ആത്മാഭിഷിക്തനായ യേശു കർത്താവിൽ. മോശയെ പോലെ ഒരു പ്രവാചകനായി തീരാൻ സാധ്യതയുണ്ട് എന്ന് അവന്റെ ജനനം മുതൽ തിരിച്ചറിയുന്ന യേശു കർത്താവിൽ മറിയ അവളുടെ പ്രതിസന്ധിയിലെ ആശ്രയം വെക്കുകയാണ്. രണ്ടാമത് ഇവിടെ കാണാൻ കഴിയുന്നത്, യേശു കർത്താവും മറിയയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. മറിയ വന്ന് യേശു കർത്താവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു ഉടനെ അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശു കർത്താവിന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും വിചിത്രമായ പ്രതികരണങ്ങളാണ്. പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളാണ് യേശു കർത്താവ് പലതും നൽകുന്നത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന തരത്തിലുള്ള ഉത്തരങ്ങളാണ് പലപ്പോഴും യേശു കർത്താവിൽ നിന്ന് കിട്ടുന്നത്. ധാരാളം ഉദാഹരണങ്ങൾ അതിനുണ്ട്, ധാരാളം ഉദാഹരണങ്ങൾ. അല്ല, പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണിത്. വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ എവിടെയും എങ്ങും തൊടാതെ, ഇതുമായി യാതൊരു ബന്ധമില്ല എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു മറുപടി യേശു കർത്താവ് പറയുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? ഞാനും നീയും തമ്മിൽ എന്താണ് പ്രശ്നം? നീയും ഞാനും തമ്മിൽ പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് വാസ്തവത്തിൽ. വളരെ വിചിത്രമായ, പറയുന്നവർക്ക് ഉള്ളിൽ വേദന ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് യേശു കർത്താവ് ഇവിടെ നടത്തിയത്. സ്ത്രീയെ എന്ന് വിളിക്കുന്നു. അത് സാധാരണഗതിയിൽ പറയാറുണ്ട്, യഹൂദ ജനതയുടെ മധ്യത്തിൽ വളരെ മാന്യമായ ഒരു സംബോധനയാണെന്ന് പറയുന്നുണ്ട്. ശരി, പക്ഷേ എനിക്കും നിനക്കും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള അർത്ഥത്തിൽ
ഞാൻ എന്തെങ്കിലും നിനക്ക് തരാനുണ്ടോ, നീ എന്തെങ്കിലും എനിക്ക് തരാനുണ്ടോ, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്ന ചോദ്യം. വിരുദ്ധമായ മറുപടിയാണ് യേശു കർത്താവ് ഇവിടെ നൽകുന്നത്. വളരെ വിരുദ്ധമായ ഒരു മറുപടി. പക്ഷേ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഈ വിരുദ്ധമായ മറുപടിയുടെ മുമ്പിൽ മറിയ ഒരു വിധത്തിലും വേദനിക്കുന്നില്ല എന്നുള്ളതാണ്. ഷീ ടുക്ക് ദ റിപ്രൂഫ്. യേശു കർത്താവിന്റെ ഈ തരത്തിലുള്ള ഒരു പ്രതികരണം ഷീ അക്സെപ്റ്റ് സബ്മിസീവ്ലി, വളരെ വിനീതമായി, ഒബീഡിയന്റ്ലി ഷീ അക്സെപ്റ്റ്സ് ഇറ്റ്സ്. അവൾ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനൊന്നും പ്രതികരിക്കുന്നില്ല, ഒന്നും മറുപടി പറയുന്നില്ല. എന്നാൽ അവൾ നിശബ്ദയായി മടങ്ങിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ വിരുദ്ധമായ ഒരു മറുപടി മകനിൽ നിന്നും ഉണ്ടായപ്പോൾ, അതും വളരെ നിർണായകമായ ഒരു പ്രതിസന്ധിയിൽ, ആ പ്രതിസന്ധി പുത്രന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവനിൽ നിന്നും ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ സമർപ്പിച്ചപ്പോൾ ഇത്തരത്തിൽ എങ്ങും തൊടാത്ത ഒരു മറുപടി തന്നെ തളർത്തിയ മകനോട് ഒരു തരത്തിലുള്ള പ്രതികരിക്കാതെ വളരെ വിനീതമായി മകന്റെ മറുപടി കേട്ട് മടങ്ങിപ്പോകുന്ന ഒരമ്മയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് ആ ഒരു പോക്കിന് കാരണം? അവനിൽ ഒരു ആർദ്രതയുണ്ടെന്ന്, അവനിൽ ഒരു കരുണയുണ്ടെന്ന്, അവനിൽ എന്തായാലും ഒരു പ്രശ്നപരിഹാരത്തിനുള്ള മനസ്സുണ്ടെന്ന് അവൾ ചിന്തിച്ചിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സ്റ്റിൽ ഷീ kept her hope in Jesus എന്നർത്ഥം. അപ്പോഴും യേശുവിൽ അവൾ പ്രത്യാശ സൂക്ഷിച്ചിരുന്നു എന്നർത്ഥം. ഷീ kept a hope in his mercy. അവന്റെ കൃപയിൽ, കരുണയിൽ അവൾ ആശ്രയം വെച്ചിരുന്നു എന്നുള്ളതാണ് അർത്ഥം. ലമന്റേഷൻ വായിക്കുമ്പോൾ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായ വാക്യങ്ങളിൽ ഒന്നാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. ഇറ്റ് ഈസ് ഓഫ് ദ ലോർഡ്സ് മെർസി ദാറ്റ് വി ആർ നോട്ട് കൺസ്യൂംഡ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. യിരെമ്യാ പ്രവാചകൻ ബാബിലോണിലേക്ക് പ്രവാസികളായി പോയ തന്റെ ജനത്തെക്കുറിച്ച് ഓർത്ത്, യെരുശലേമിന്റെ ദാരിദ്ര്യമായ അവസ്ഥയെക്കുറിച്ച് ഓർത്ത്, അതിനെ കണ്ട്, പെരുന്നാളിന് ജനം വരാത്തത് കൊണ്ട് വഴികൾ ദുഃഖിക്കുന്നു എന്നുള്ള വളരെ ആലങ്കാരികമായ, മനോഹരമായ, കാവ്യാത്മകമായ വരികൾ കുറിച്ചുകൊണ്ട് പറയുന്ന പ്രസിദ്ധമായ ഒരു ദൈവികമായ വിശ്വാസ പ്രഖ്യാപനമാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ യഹോവയുടെ ദയയാകുന്നു. ഇറ്റ് ഈസ് ഓഫ് ദ ലോർഡ്സ് മെർസി ദാറ്റ് വി ആർ നോട്ട് കൺസ്യൂംഡ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ എല്ലാ ഇസ്രായേൽ മക്കൾക്കും ഉണ്ടായിരുന്നു, ഇവിടെ മറിയയ്ക്കും ഉണ്ടാകും. യഹോവയുടെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, നാം അതുകൊണ്ടാണല്ലോ മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്നുള്ള ചിന്ത. അതുമാത്രമല്ല, ആശയ്ക്ക് വിരോധമായി ആശിക്കുന്ന ഒരു പ്രവണതയും ഇസ്രായേൽ മക്കൾക്ക്, വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അത് കുറിച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 100 വയസ്സായിട്ടും മകനെ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം അപ്പോഴും സജീവമായി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ആ അബ്രഹാമിനെ കുറിച്ച് പൗലോസ് പറയുന്നത് ആശയ്ക്ക് വിരോധമായി ആശിക്കുന്ന ഒരു മനുഷ്യൻ, ആശയ്ക്ക് വിരോധമായി ആശയോട് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. എഗനസ്റ്റ് ഹോപ്പ് ബിലീവ് ഇൻ ഹോപ്പ്. വളരെ നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ്. എഗനസ്റ്റ് ഹോപ്പ് ബിലീവ് ഇൻ ഹോപ്പ്. ആശയ്ക്ക് വിരോധമായി ആശയില്ല, ആശയുണ്ട്, അവിടെ വഴിയൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. സ്റ്റിൽ ഹി ബിലീവ്സ്, സ്റ്റിൽ ഹി ഹാവ് എ ഹോപ്പ്. അപ്പൊ ഹി ഹാസ് എ ഹോപ്പ്. അപ്പോഴും അവനൊരു വിശ്വാസമുണ്ട്, ഒരു പ്രത്യാശയുണ്ടെന്നർത്ഥം. അതാണ്
അപ്പോസ്തലനായ പൗലോസിന്റെ വളരെ മനോഹരമായ പ്രയോഗം, എഗനസ്റ്റ് ഹോപ്പ് ബിലീവ് ഇൻ ഹോപ്പ്, എഗനസ്റ്റ് ഹോപ്പ് ബിലീവ് ഇൻ ഹോപ്പ്. ആശയ്ക്ക് വിരോധമായി ആശയിൽ വിശ്വസിക്കുന്ന അബ്രഹാം. ഇവിടെയും മറിയയുടെ ജീവിതത്തിലും അത് തന്നെയാണ് കാണുന്നത്. ആശയ്ക്ക് വിരോധമായി ആശയോട് പ്രതീക്ഷിക്കുന്ന മകൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞെങ്കിലും സ്റ്റിൽ ഷീ ഹാഡ് ആൻ ഹോപ്പ്. അവൾക്കൊരു വിശ്വാസം, ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അബ്രഹാം വിശ്വസിച്ചു, അവൻ ബഹുജാതികൾക്ക് പിതാവായി തീർന്നു. അതുകൊണ്ട് ഇവിടെ മറിയ ഈ വിധത്തിലുള്ള ഒരു ആശ്വാസം തൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കും ആ നിമിഷങ്ങളിലെന്നാണ് എൻ്റെ വിശ്വാസം. യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല, അവന്റെ കരുണ ഇന്നും വറ്റിപ്പോയിട്ടില്ല. അതുകൊണ്ടാണ് നാം മരിക്കാതിരിക്കുന്നത്. അബ്രഹാം വിശ്വാസത്തിന് എതിരായി എന്താ അവിടെ പറയുന്നത്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച മനുഷ്യനാണ്. അവന് ബഹുജാതികൾക്ക് പിതാവായി തീർന്നു. അതുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനിൽ നിന്നും, മോശയെ പോലെ ഒരു പ്രവാചകനായി തീരുന്ന അവനിൽ നിന്നും എനിക്ക് നന്മയുണ്ടാകും, എനിക്ക് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഒരു പക്ഷേ മറിയയ്ക്ക് ഉണ്ടായിരുന്നിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ നമ്മുടെ ശ്രദ്ധയെ മറ്റൊരു ചിന്തയിലേക്ക് നയിക്കുകയാണ്. ഇവിടെ ഒരമ്മയും മകനും തമ്മിലുള്ള സംഭാഷണമാണ്. ഈ അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണത്തിൽ മറിയയ്ക്ക് മകനെ അറിയാം. ജന്മം മുതൽ, ജനിക്കുന്നതിന് മുമ്പ് മുതൽ ഷീ നോസ് ഹെർ സൺ. അവളുടെ മകനെ അറിയാം. അവൻ എന്താണ്, എങ്ങനെയാണ് വളർന്നത് എന്ന് മറിയയ്ക്ക് അറിയാം. അവന്റെ ചിന്തകൾ എങ്ങനെയാണ് എന്ന് മറിയയ്ക്ക് അറിയാം. അവൻ എവിടെയാണ്, എന്താണ് എന്നും മറിയയ്ക്ക്. ഷീ നോസ് ഓൾ അബൌട്ട് ജീസസ്. അവൾക്ക് യേശുവിനെ കുറിച്ചെല്ലാം അറിയാം. അതുകൊണ്ടാണല്ലോ അവൾ മിണ്ടാതെ പോയത്. ഷീ നോസ് ഓൾ അബൌട്ട് ജീസസ്. അതുപോലെ തന്നെ യേശുവിനെ കുറിച്ച് പറയുമ്പോഴും ഹി നോസ് ഹിസ് മദർ. അവന്റെ അമ്മയെ യേശുവിന് നന്നായി അറിയാമായിരുന്നു. ബാല്യപ്രായം മുതൽ അവനെ കഷ്ടതയോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന്, കരുതലോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന്, അവന്റെ മുഖങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിച്ച ഒരമ്മ, അവന്റെ കണ്ണുകളിലെ ദൈവ തേജസ് കണ്ട് സംതൃപ്തി അടഞ്ഞ ഒരമ്മ, അവന്റെ ഓരോ ചലനത്തെയും ആത്മീയ കണ്ണുകളോടുകൂടെ മാത്രം നോക്കിക്കണ്ട ഒരമ്മയെ കുറിച്ച് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. നാം മറിയയെ കുറിച്ച് പറഞ്ഞ പോലെ മേരി നോസ് ഓൾ അബൌട്ട് ജീസസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ തിരിച്ചും പറയാം, ജീസസ് നോസ് ഓൾ അബൌട്ട് ഹിസ് മദർ. തൻ്റെ അമ്മയെ കുറിച്ച് ആ മകനും എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള കല്ലുകടികൾ ഒരുപക്ഷെ തോന്നിയാൽ പോലും ദേ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അവർ പരസ്പരം അറിയുന്നു എന്നുള്ളതാണ്. ദേ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അവർ പരസ്പരം അറിയുന്നു എന്നുള്ളതാണ്. ഈ യേശുവും അമ്മയും തമ്മിലുള്ള, ഈ അമ്മയും മോനും തമ്മിലുള്ള ഈ അറിവിന്റെ മേഖല നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. എങ്ങനെയാണ് ഒരമ്മയും മകനും, അല്ലെങ്കിൽ കുറെ കൂടെ വിശാലമായി അതിനെക്കുറിച്ച് പറഞ്ഞാൽ പേരൻസും മക്കളും തമ്മിലുള്ള ആധുനിക കാലത്തെ ബന്ധം എന്താണ്? നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധം എന്താണ്? നമ്മുടെ മക്കളോടുള്ള നമ്മുടെ ബന്ധം, മക്കൾക്ക് നമ്മോടുള്ള ബന്ധം എന്താണ് എന്ന് ഈ കോണ്ടെക്സ്റ്റിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പലപ്പോഴും കാനാവിലെ കല്യാണം അത്ഭുതമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആരും ചിന്തിക്കാത്ത ഒരു ചിന്തയാണിത്. ഒരപ്പനും അമ്മയും തമ്മിൽ, അല്ല, അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഉള്ള ആ ചിന്ത നമുക്കിവിടെ അതൊന്ന് ചിന്തിക്കാം. വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ സൺ, യു ആൻഡ് യുവർ ഡോട്ടർ? നീയും നിന്റെ മകനും മകളും തമ്മിലുള്ള ബന്ധം എന്താണ്? നിന്റെ മകളും മകനും നിന്നോടുള്ള ബന്ധം എന്താണ്? പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യം. ഈ കാലഘട്ടത്തിൽ അതൊരു വലിയ പ്രശ്നമാണ്. വാസ്തവത്തിൽ വലിയ ഒരു പ്രശ്നമാണ്. അപ്പനെ മനസ്സിലാക്കാത്ത മക്കൾ
അമ്മയെ സ്നേഹിക്കാത്ത മക്കൾ, മക്കളെ സ്നേഹിക്കാത്ത അപ്പനും അമ്മയും, ഇത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്ന് വളരെ വളരെ പ്രാകൃതമായി കാണപ്പെടുന്ന, അപകടകരമായി കാണുന്ന, വളരെ ഭീതി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയായി മാറിയിരിക്കും. മക്കളെ കൊല്ലുന്ന, ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന് കുഴിച്ചു മൂടുന്ന അമ്മമാരുടെ കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പന്മാരെ വിറക് തടി കൊണ്ട് അടിച്ച് തലയ്ക്കടിച്ച് കൊല്ലുന്ന മക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മക്കളെ യാതൊരു കൂസലും കൂടാതെ കൊന്നു കൊല വിളിക്കുന്ന അപ്പന്മാരുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ബന്ധങ്ങൾ അറ്റുപോയ ഏറ്റവും ഭീകരമായ, ഭയജനകമായ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിൽ നടക്കുന്നത് പോലെ ഇത്രയും ദുഷ്ടമായ സംഭവങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. വാസ്തവത്തിൽ അത്രമാത്രം ഭയജനകമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റിലേഷൻസ് ആർ ബ്രോക്കൺ. നമ്മുടെ ബന്ധങ്ങളെല്ലാം അറ്റുപോയിരിക്കുന്നു. അപ്പനും അമ്മയും മകനും മകളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അറ്റുപോയിരിക്കുന്നു. ഓരോരുത്തരും പരസ്പരം കാണുന്നത് ശത്രുവിനെയാണ്. അപ്പനിൽ ശത്രുവിനെ കാണുന്ന മകനും മകളും, അമ്മയിൽ ശത്രുവിനെ കാണുന്ന മകനും മകളും, മക്കളിൽ ശത്രുവിനെ കാണുന്ന അപ്പനും അമ്മയും. ശത്രുക്കളാണ് എല്ലാവരും. നമ്മളോട് ബന്ധപ്പെടുന്നവർ, നമ്മുടെ രക്തങ്ങൾ പോലും ശത്രുക്കളായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വേദനയോടുകൂടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു ഇംഗ്ലീഷ് മാഗസിൻ, അത് അധികം പ്രസിദ്ധമല്ലാത്തൊരു ഇംഗ്ലീഷ് മാസിക, ഇവിടുത്തെ എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ ഒരു ഡയോസിസിന്റെ ഒരു മാസികയാണ്. എപ്പിസ്കോപ്പാലിയൻ എന്നാണ് ആ മാസികയുടെ പേര്. ആ മാസികയിൽ ഒരു ചെറുപ്പക്കാരൻ എഴുതിയ ഒരു ലേഖനം, ചെറുപ്പക്കാരുടെ വേദനയാണ് അവൻ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ധാരാളം മക്കൾ, ഈ ജനറേഷൻ എന്ന് പറയുന്നത് അവർക്ക് അപ്പനില്ലാത്ത ജനറേഷൻസ് ആണ്. സിംഗിൾ ഫാമിലി എന്ന് പറയുന്ന ഏകാംഗ കുടുംബം എന്ന ധാരാളം കുടുംബങ്ങൾ ഈ അമേരിക്കയിലുണ്ട്. അതിൽ അപ്പന്മാര് പലപ്പോഴും ഒരു കുടുംബം നോക്കാറില്ല. അമ്മമാരായിരിക്കും ഈ ഏകാംഗ കുടുംബത്തിന്റെ നായിക. അവൾക്കൊരു മകനുണ്ടെന്നിരിക്കട്ടെ, ആ മകന്റെ അപ്പൻ ആരാണ് എന്ന് അവനോട് അവൾ അല്ലെങ്കിൽ അവളോട് ഈ മാതാവ് പറഞ്ഞിട്ടുണ്ടാവില്ല. അവൻ അറിഞ്ഞുകൂടാ. അവന്റെ പിതാവ് ആരാണെന്ന് അവൻ അറിഞ്ഞുകൂടാ. അവളുടെ പിതാവ് ആരാണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. ഈ ചെറുപ്പക്കാരൻ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നു, ഞങ്ങൾക്കൊരു പിതൃത്വമില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരു പിതൃത്വമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? I have nobody to follow after. A father figure. ഞങ്ങളൊരു ഒരു പിതൃബിംബത്തിന് വേണ്ടി, അതാണ് ഫാദർ ഫിഗർ, ഒരു പിതൃബിംബത്തിന് വേണ്ടി ഞങ്ങൾ കഠിനമായി വേദനിക്കുന്നു. ഞങ്ങൾക്കൊരു പിതൃബിംബമില്ല. ഈ തലമുറ എന്ന് പറയുന്നത്, അമേരിക്കൻ തലമുറ എന്ന് പറയുന്നത്, അവർ ഒരു പിതൃബിംബത്തിന് വേണ്ടി, ഒരു ഫാദർ ഫിഗറിന് വേണ്ടി ദാഹിക്കുന്ന ഒരു തലമുറയായിട്ടാണ് അവരെ പറയുന്നത്. ഒരു പിതൃബിംബത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനറേഷൻ. അതാണ് അമേരിക്കയുടെ അവസ്ഥ. ഒരപ്പനെ നോക്കി അനുകരിക്കുവാൻ, യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ ഞങ്ങൾക്കുള്ളത്. അതാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച്, ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾ, ആത്മീക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കും. അപ്പനെ അമ്മയെ അറിയാത്ത മക്കൾ, മക്കളെ അറിയാത്ത അപ്പനും അമ്മയും പരസ്പരം ശത്രുക്കളായി തീർന്നിരിക്കുന്ന ഒരു ദശാസന്ധിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെയാണ് ഇവിടെ ഈ ഭാഗം നമ്മളെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടത്. അമ്മയെ അറിയുന്ന ഒരു മകൻ, മകനെ അറിയുന്ന ഒരു അമ്മ, അവരുടെ പരസ്പരമുള്ള സംഭാഷണത്തിന്റെ പ്രത്യേകത. ഒരു സഹായത്തിന് അമ്മയോട് എടുക്കുന്നത് മകന്റെ അടുക്കലേക്ക്, മകനിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരമ്മ. നമുക്ക് എത്ര കുടുംബങ്ങളിൽ ഇങ്ങനെ കാണുവാൻ പറ്റും?
നമ്മളെ അനുകരിക്കുന്നവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ? നമ്മളെ സ്നേഹിക്കുന്നവരാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ? നാം ഒരു വാക്ക് പറഞ്ഞാൽ അതിന് കാതു തരുന്നവരാണോ നമ്മുടെ മക്കൾ? അതോ നമ്മുടെ വാക്കും പ്രവൃത്തി, ഞാൻ ഈ പ്രസംഗിക്കുന്നത് എന്റെ മക്കൾ കേട്ടിട്ട്, ഓ ഡാഡി പ്രസംഗിക്കുന്നത് എങ്ങനെയൊക്കെയാ, പക്ഷെ ജീവിതം മറ്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ പ്രശ്നം? അതുകൊണ്ട് നാം നമ്മുടെ ബന്ധങ്ങളെ ഈ പശ്ചാത്തലത്തിൽ ഒന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർക്ക് നമ്മളോടുള്ള ബന്ധം എന്താണ്? ഞാൻ അവർക്കൊരു മാതൃകയാണോ? അമ്മ ചിന്തിക്കണം, അപ്പൻ ചിന്തിക്കണം. കുഞ്ഞുങ്ങൾക്ക് എന്നിൽ, അവരാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുന്നവർ. ചെറുപ്പം മുതൽ നമ്മളെ ഏറ്റവും കൂടുതൽ കാണുന്നതും അറിയുന്നതും അവരാണ് നമ്മളെ നന്നായി വിലയിരുത്തുന്നവർ, വേറെ ആരുമല്ല. നമ്മുടെ മക്കളാണ് നമ്മളെ നന്നായി വിലയിരുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാനാവിലെ ഈ അത്ഭുതത്തിന്റെ ഇടയിൽ നമ്മുടെ കുടുംബകാര്യങ്ങളും നമുക്ക് ഇത്തിരി ഒന്ന് ചിന്തിച്ചു നോക്കാം. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് സാവകാശം ചിന്തിച്ച് ദൈവസന്നിധിയിൽ പുനർവിചാരണ നടത്താം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കട്ടെ. ആ മക്കളുടെ ബന്ധങ്ങളിൽ അബ്രഹാമിന്റെ എന്റെ ഓർമ്മയിൽ വന്ന ഒരു ചിന്തയാണ്. അബ്രഹാമും ഇസഹാക്കും തമ്മിലുള്ള ബന്ധം ഒന്ന് ഓർത്തു നോക്കി. അപ്പൻ മകനെയും കൂടി വിളിച്ചുകൊണ്ട് മോറിയ മലയിലേക്ക്, എവിടേക്കാണെന്ന് അറിഞ്ഞുകൂടാ, ഏതോ ഒരു മലയിലേക്ക് പോവുകയാണ്. അവസാനം ഈ മോറിയ മലയുടെ അടുക്ക് ചെന്നപ്പോഴാണ് യഹോവയായ ദൈവം വെളിപ്പെടുത്തുന്നത്, ഇതാണ് പർവ്വതം എന്ന്. അങ്ങനെ അവിടെ പോയി ബലിപീഠമെല്ലാം ഒരുക്കി. വഴിയേ മോൻ ചോദിക്കുന്നുണ്ട്, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, ആടെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. മൗനം മാത്രമായിരുന്നു മറുപടി. അവിടെ ചെന്ന് ഇതെല്ലാം ചെയ്തപ്പോഴും ആടെവിടെ അപ്പ എന്ന് ചോദിക്കുമ്പോഴും ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞതല്ല, ആ ബലിപീഠം ശൂന്യമായി കിടക്കുകയാണ്. ബലിപീഠം ശൂന്യമായി കിടക്കുന്നത് കണ്ടപ്പോൾ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അബ്രഹാം മോനെ ബലമായി പിടിച്ചു കെട്ടി ഈ ബലിപീഠത്തിൽ കിടത്തിയെന്നല്ല. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ അത് കാൽവറിയിലെ യേശു കർത്താവിന്റെ പരമയാഗവുമായിട്ട് അതിന്റെ നിഴലാണെന്ന് പറയാൻ ഒരു കാരണവശാലും കഴിയില്ല. മറിച്ച് യേശു കർത്താവ് കാൽവറിയിൽ സ്വയം പിതാവിന് പാപയാഗമായി സമർപ്പിച്ചതുപോലെ ഒരു സ്വയം സമർപ്പിക്കുന്ന ഒരു പുത്രനെ മോറിയാമലയുടെ മക്കളിൽ നാം കണ്ടേ പറ്റൂ. ഇസഹാക്കിന് ആ സമയത്ത് ഒരു 10-20 ഒരു പ്രായമുണ്ടാകും എന്നാണ് വേദപുസ്തക കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് ഓർക്കണം. ഇന്ന് ചെറുപ്പക്കാർ ചോദ്യം ചെയ്യുന്നവനും എതിർക്കുന്നവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനുമാണ്. എന്നാൽ അബ്രഹാമിന്റെ മകൻ ചെറുപ്പക്കാരനായ ഇസഹാക്ക് അപ്പന്റെ ശൂന്യമായി കിടക്കുന്ന ആ ബലിപീഠം കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ ശൂന്യപീഠം നിറയ്ക്കുവാൻ ഇവിടെ ആരുമില്ല, ഒരു കുഞ്ഞാട് പോലും ഇവിടെ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, താൻ മാത്രമാണ് ഇവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരാള് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ഹി കമ്മിറ്റഡ് സറണ്ടർ ഹിംസെൽഫ് ടു ദ ഓൾട്ടർ. അപ്പന്റെ ശൂന്യമായ ബലിപീഠത്തെ നിറയ്ക്കേണ്ടത് മക്കളുടെ കടമയാ. വാസ്തവത്തിൽ അപ്പന്റെ ശൂന്യമായ കർമ്മവ്യാപാരങ്ങളെ നിറയ്ക്കേണ്ടത് മക്കളാണ്. ഇവിടെ അപ്പന്റെ ശൂന്യമായ ബലിപീഠത്തെ നിറയ്ക്കുവാൻ ഇസഹാക്ക് സ്വയം സമർപ്പിക്കുകയായിരുന്നു എന്നോർക്കണം. ഇങ്ങനെയുള്ള ഒരു ചരിത്രം നമ്മുടെ പിന്നിലുള്ളപ്പോഴാണ് ഇന്ന് മക്കൾ ശത്രുക്കളായി മാറുന്നത്, അപ്പനും അമ്മയും ശത്രുക്കളായി മാറുന്നത്. പോകട്ടെ, ആ വിഷയം ഞാൻ അവിടെ വിടുന്നു. യേശു കർത്താവ് പറഞ്ഞു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. 2 കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ നാഴിക ഇതുവരെ വന്നു. 2 വിധ ചിന്തകൾ ഇവിടെ കാണാൻ പറ്റും. ഒന്ന്, യേശു കർത്താവ് പറയുന്നതിന്റെ അർത്ഥം, മൈ ടൈം ഹാസ് നോട്ട് കം ടു മേക്ക് ബ്ലഡ്. രക്തം ചൊരിയുവാനുള്ള എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. വീഞ്ഞാണല്ലോ ഇവിടെ പ്രശ്നം. വീഞ്ഞ് രക്തത്തിന്റെ സിമ്പലാണ്.
അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം ഇതാണ്: മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് കം ടു മേക്ക് ബ്ലഡ്. രക്തം സൃഷ്ടിക്കുവാൻ, രക്തം ചൊരിയുവാനുള്ള എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ട് എന്ന് ഒരർത്ഥം അതിനുണ്ട്. അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. അവിടെ ഞാൻ രക്തം ചൊരിയുവാൻ വന്നവനാണ്, ഞാൻ വീഞ്ഞ് ഉണ്ടാക്കാൻ വന്നവനല്ല. ഐ ഹാവ് കം ടു മേക്ക് ബ്ലഡ്. രക്തം ചൊരിയുവാൻ വന്നവനാണ് ഞാൻ. യേശു കർത്താവിന്റെ ആഗമന ഉദ്ദേശം തന്നെ മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പായിരുന്നു. കാൽവറിയായിരുന്നു അവന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഹി കെയിം ടു മേക്ക് ബ്ലഡ്. അവൻ വന്നത് രക്തം ചൊരിയുവാൻ വേണ്ടി മാത്രമാണ്. യേശു ഇവിടെ പറയുകയാണ്, ദ ടൈം ഹാസ് നോട്ട് യെറ്റ് കം. അതിനുള്ള സമയം ഇപ്പോൾ വന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കുവാൻ കാരണം, പിന്നീട് യേശു കർത്താവ് പറയുന്നുണ്ട്, 2-3 തവണ യേശു കർത്താവ് പറയുന്നുണ്ട്, മൈ ടൈം ഹാസ് കം. എന്റെ സമയം വന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 18-ാം വാക്യത്തിൽ എന്റെ നാഴിക വന്നു എന്നറിഞ്ഞിട്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 6-8 വാക്യങ്ങളിൽ മൈ ടൈം ഹാസ് കം. യോഹന്നാന്റെ സുവിശേഷം 12-21 മൈ ടൈം ഈസ് അറ്റ് ഹാൻഡ്. അപ്പോൾ ഇവിടെ പറയുന്നു, തുടക്കത്തിൽ പറയുകയാണ് മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് കം, വന്നില്ല. എന്നാൽ ജീവിതത്തിന്റെ സമാപന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുന്നു, മൈ ടൈം ഹാസ് കം, മൈ ടൈം ഹാസ് കം, മൈ ടൈം ഈസ് അറ്റ് ഹാൻഡ്. അതുകൊണ്ട് എന്റെ നാഴിക ഇതുവരെ വന്നില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ ഈ ഒരു അർത്ഥം കൂടെ നമുക്ക് അവിടെ കാണാം. എന്റെ വീണ്ടെടുപ്പിന്റെ സമയമായില്ല. ഞാൻ വീണ്ടെടുപ്പിന് വേണ്ടി അനുഷ്ഠിക്കേണ്ട മഹത്തായ യാഗത്തിന്റെ സമയം ഇനിയും ആയിട്ടില്ലമ്മേ എന്നാണ് ആ മറുപടിയുടെ ഒരു അർത്ഥം. അമ്മേ, ഞാൻ വന്നത് ഈ അത്ഭുത പ്രവൃത്തികൾക്കൊന്നും വേണ്ടിയല്ല. ഞാൻ വന്നത് പരമയാഗമായി തീരുവാൻ വന്നതാണ്. ചോര ചൊരിയുവാനാണ്, രക്തം ചിന്തുവാനാണ് ഞാൻ വന്നത്. പുണ്യാഹ രക്തം, ആ രക്തം ചിന്തുവാനാണ് ഞാൻ വന്നത്. ആ രക്തം ചിന്തുവാനുള്ള സമയം അമ്മേ ഇനിയും സമാഗതമായിട്ടില്ല എന്നൊരർത്ഥം. രണ്ടാമത് ആ ഭാഗത്ത് ഇനിയും നാഴിക വന്നില്ല, ഇറ്റ് ഈസ് നോട്ട്, ദ ടൈം ഹാസ് നോട്ട് യെറ്റ് കം എന്ന് പറഞ്ഞാൽ നാഴിക ഇതുവരെ വന്നില്ല എന്നതിൻ്റെ മറ്റൊരർത്ഥം, അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന വീഞ്ഞ് തീർന്നു എന്ന് അവിടെ പറഞ്ഞ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന്റെ ക്വാണ്ടിറ്റി എവിടെ വരെയാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു കർത്താവിന്റെ ഈ മറുപടിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, വീഞ്ഞ് അവസാനം വന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനം വരെ വന്നില്ല, ഇനി ഇത്തിരി കൂടെ ഉണ്ട്, അത് പ്രതിസന്ധിയിലേക്ക് വരുന്നു എന്നുള്ള സൂചനയാണ്. യേശു കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. യേശു കർത്താവ് കാത്തിരിക്കുന്നത് when the last drop of wine is run out. കലത്തിലെ വീഞ്ഞ് ഇതിന്റെ അവസാന തുള്ളി വരെയും തീരുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി. ദാറ്റ് ഈസ് ദ അവർ. കലത്തിലെ വീഞ്ഞിന്റെ ലാസ്റ്റ് ഡ്രോപ്പ് തീരുന്നതാണ് ദൈവത്തിന്റെ അവർ, ദൈവത്തിന്റെ സമയം. When the last drop of wine is run out, that is the hour of God. അതാണ് ദൈവത്തിന്റെ സമയം. ആ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാണ് യേശു പറയുന്നത്. I am waiting for that hour. ഞാൻ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. When the last drop of wine is run out, that is my hour. അതാണ് എൻ്റെ സമയം. ഞാൻ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മേ എന്ന് പറയും. നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നാം ഇല്ലാതായി തീരുന്ന നിമിഷങ്ങളിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഒന്നുമില്ലാതായി തീരുന്ന. അതുകൊണ്ടാണ് പറയുന്നത്
Man's extremity is God's possibility, opportunity. Man's extremity is God's opportunity. മനുഷ്യന്റെ ആത്യന്തികതയിലാണ്, മനുഷ്യൻ നെല്ലിപ്പലകയിൽ എത്തുമ്പോഴാണ് ദൈവത്തിന്റെ സന്ദർഭം, ദൈവത്തിന്റെ അവസരം ആരംഭിക്കുന്നത്. സോ മാൻസ് എക്സ്ട്രീമിറ്റി, അതാണ് ദൈവം നോക്കിയിരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നമുക്കറിയാം, എല്ലാം അവസാനിച്ചു, ഇനി ഒന്നുമില്ല എന്ന് തോന്നുന്ന ഇടങ്ങളിലാണ് ഗോഡ് എൻറ്റേഴ്സ്, ദൈവം പ്രവേശിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ രംഗപ്രവേശം. എല്ലാം തീർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ, എല്ലാം അവസാനിക്കുന്നു എന്ന് തോന്നുന്നത്, അത് മാൻസ് എക്സ്ട്രീമിറ്റി, അവന്റെ ആത്യന്തികമായ അവസ്ഥയിൽ, അവന്റെ ശൂന്യതാ വേളകളിൽ, അവന്റെ ഇല്ലായ്മയുടെ പരമകാഷ്ഠയിൽ ഗോഡ് എൻറ്റേഴ്സ്, ദൈവം പ്രവേശിക്കുന്നു. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ആ ഒരു ഘട്ടം ഇവിടെ എത്തിയിട്ടില്ല. സോ the time has not yet come എന്ന് പറഞ്ഞാൽ the last drop of wine is still in the bottle. അവിടെ സാധ്യത ഇപ്പോഴും ഉണ്ട്. ആ സാധ്യതകളൊന്ന് അവസാനിക്കട്ടെ, then I will enter, അപ്പോൾ ഞാൻ പ്രവേശിക്കാം എന്നാണ് യേശു കർത്താവ് പറയുന്നത്. Man's estimate is God's opportunity. ഏലിയാവിനെ നമുക്കറിയാം, ഏലിയ പറഞ്ഞു, 3 വർഷത്തേക്ക് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഴയുണ്ടായില്ല എന്ന് ആഹാബിനോട് പറഞ്ഞു. എന്നിട്ട് യഹോവയായ ദൈവം ഏലിയാവിനെ കെരീത്ത് തോട്ടിന്റെ അടുക്കിലേക്ക് അയച്ചു. മഴ ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കെരീത്ത് തോട്ടിലേക്ക് അയച്ചു. കെരീത്ത് തോട്ടിൽ പോയി അവിടുത്തെ വെള്ളം കുടിച്ച് ജീവിക്കുവാൻ, അവിടെ അപ്പവും കൊടുക്കുവാൻ, ഇറച്ചിയും കൊടുക്കുവാൻ ഒരു കാക്കയെ, ആർത്തി പൂണ്ട ഒരു പക്ഷിയാണ് കാക്ക. അതിനെ തന്നെ അപ്പവും ഇറച്ചിയുമായിട്ട് കൊണ്ടുപോകാൻ യഹോവയായ ദൈവം. നോക്കണം ദൈവത്തിന്റെ വഴികൾ. ആർത്തി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രവാചകനെ ശുശ്രൂഷിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ഒരു കാക്കയുടെ പദവി ഒന്ന് ഓർത്ത് നോക്കുക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ആർത്തി കൊണ്ട് ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ ദൈവത്തിന്റെ പുരുഷനെ ശുശ്രൂഷിക്കുവാൻ ലഭിക്കുന്ന ദൈവികമായ നിയോഗം ഏറ്റെടുക്കുന്ന ഒരു പക്ഷി. നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് ഒരല്പം മാറ്റി വെച്ചു കൊടുക്കാം എന്ന് വിചാരിക്കുന്നവരാണ്. അതല്ലേ അനന്യാസിന്റെ സഫീറയുടെയും കഥയിൽ അല്പം മാറ്റി വെച്ചു കൊടുക്കാം എന്ന് പറയുന്നത്. ആ കെരീത്ത് തോട്ടിൽ വെള്ളം വറ്റിയപ്പോൾ യഹോവയായ ദൈവം പിന്നെയും ഏലിയാവിനെ കൊണ്ടുപോകുന്ന എവിടേക്കാണ്? സാരാഫാത്തിലേക്കാണ്. സാരാഫാത്ത് എന്ന് പറയുന്നത് സീദോന്യ ദേശമാണ്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് യഹൂദ ദേശത്തിന് പുറത്ത ഒരു ഫോറിൻ കൺട്രിയാണ്. വാസ്തവത്തിൽ അന്നത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ കൺട്രിയാണ്. അപ്പോൾ യഹൂദയിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനെ പോറ്റുവാൻ ഒരു അന്യദേശത്തേക്ക്, ഒരു വിദേശ രാജ്യത്തേക്ക് എന്ന പോലെ യഹോവയായ ദൈവം ഏലിയാവിനെ അയക്കുകയാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, ആ കാലഘട്ടത്തിൽ പ്രവാചകനെ പോറ്റുവാൻ ഉള്ള ബാധ്യത രാജാവിനാണ്. അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്, രാജാവിന്റെ ചുമതലകളിൽ വരുന്ന കാര്യമാണ് പ്രവാചകന്മാരെ സംരക്ഷിക്കുക, അവർക്ക് ചെരുവന് കൊടുക്കുക, അവരെ പോറ്റുക എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ സീദോനിലേക്ക് ഒരു പ്രവാചകനെ പറഞ്ഞു വിടേണ്ട ഗതികേടുണ്ടായിരിക്കുന്നു ആഹാബ് എന്ന് പറയുന്ന രാജാവിന് ആ കാലഘട്ടത്തിൽ. ഞാനിത് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ വിധത്തിൽ അക്കരയിലേക്ക് പറഞ്ഞു വിടുന്ന യഹോവയായ ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സാരാഫാത്തിലേക്ക്. സാരാഫാത്ത് എന്ന് പറഞ്ഞാൽ സ്മെൽറ്റിംഗ് പ്ലേസ് എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഉറവെടുക്കുന്ന സ്ഥലം എന്നാണ് സാരാഫാത്ത് എന്നുള്ളതിന്റെ അർത്ഥം. അങ്ങനെയുള്ള സാരാഫാത്തിലേക്ക് പ്രവാചകനെ കെയർ ചെയ്യുവാൻ വേണ്ടി അയക്കുന്ന അവിടുത്തെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തീരുമ്പോൾ വറ്റുമ്പോൾ പ്രതികരിക്കുന്ന ദൈവം, അടുത്ത സ്റ്റെപ്പ് എടുക്കുന്ന ദൈവം, അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. സോ മാൻസ് എക്സ്ട്രീമിറ്റി ഈസ് ഗോഡ്സ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു ആത്മീക ചിന്തയാണ്.
എന്റെ സാധ്യതകളെല്ലാം വറ്റുമ്പോൾ, എന്റെ വാതിലുകളെല്ലാം അടയുമ്പോൾ, എനിക്ക് സഹായം തരാമെന്ന് പറഞ്ഞവരൊക്കെ മുഖം തിരിച്ചു പോകുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും ശൂന്യമാകുമ്പോൾ, ഓ എന്റെ ദൈവം എനിക്ക് വേണ്ടി രംഗത്ത് വരും. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹി വിൽ കം ടു ഹെൽപ്പ് മീ. അവൻ എന്നെ സഹായിക്കാൻ വരുന്ന ദൈവം. സോ നമ്മുടെ എക്സ്ട്രീമിൽ ദൈവത്തിന്റെ ഓപ്പർച്യൂണിറ്റി നാം കണ്ടെത്തണം. എനിക്ക് ഇത് തുടർന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൽ നമ്മുടെ ശ്രദ്ധ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞാൻ എൻ്റെ എക്സ്ട്രിമിറ്റിയിലാണ്, ഞാൻ എൻ്റെ നിസ്സഹായതയിലാണ്, ശൂന്യമായ നിസ്സഹായതയിലാണ് ഞാനിപ്പോൾ. in my extremity. God, please enter into my extremity. കർത്താവേ, എൻ്റെ നിസ്സഹായതയിൽ നീ എഴുന്നള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ നിസ്സഹായതയിൽ നീ ഒന്ന് എഴുന്നള്ളണമേ എന്ന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എൻ്റെ നിസ്സഹായതയിൽ ഒന്ന് എഴുന്നള്ളണമേ. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അതിന് ശക്തീകരിക്കുമാറാവട്ടെ. ആമേൻ.